അസോസിയേഷനോ 1852. ക്ലിയർ ആണേ. 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന ഓഗസ്റ്റ് 15 PYQ ആണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ കൂട്ടുകാരെ? നിങ്ങൾ നോക്കൂ, വരാൻ പോകുന്ന 2026 10th ലെവൽ പരീക്ഷകൾ, പ്രത്യേകിച്ച് കമ്പനി ബോർഡ് LGS, VFA, ബീവറേജ് LD, മറ്റ് +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷകൾക്കും നമ്മുടെ SCRT പാഠഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ നല്ല ചില ചോദ്യങ്ങളൊക്കെ പുതിയ SCRT 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ഒരു ചാപ്റ്റർ ആണ്. എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ മഹാത്മാ ഗാന്ധിജിയുടെ ചില വരികൾ ഇവിടെ കാണാം. ഞാനൊന്ന് വായിക്കട്ടെ, ചുമ്മാ നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എന്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. മമ്മൂട്ടി ഏതൊരു സിനിമയിൽ പറഞ്ഞതിൽ എങ്ങനെയാക്കണോ അല്ലെ, കിങ്ങിൽ എങ്ങനെ ഡയലോഗ്, അതാവണമെടാ ഇന്ത്യ. അങ്ങനെ ഒരു ഇന്ത്യയെ കുറിച്ചാണ് ഗാന്ധിജി പറയുന്നത്. അദ്ദേഹത്തിന്റെ യങ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് ഈ ഒരു ഉദ്ധരണി ഉള്ളത്. അപ്പൊ യങ് ഇന്ത്യയെ കുറിച്ച് ഇവിടെ ഒരു വർഷം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അവിടെ ഒരു പോയിന്റ് കൂടി ഞാൻ എക്സ്ട്രാ ഒന്ന് പറഞ്ഞുതരാം, നമുക്കൊരു അറിവാണല്ലോ. യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ പ്രസിദ്ധീകരണമാണ്, പത്രമാണെന്നൊക്കെ നിങ്ങൾക്കറിയാം, ന്യൂസ് പേപ്പർ നമ്മൾ പഠിക്കാറുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം എന്നൊരു ടൈറ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ നമുക്ക് പഠിച്ചു പോകാം, നോട്ട് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒരു പോയിന്റ് ആണല്ലോ, നോട്ട് ചെയ്ത് വെക്കാലോ. എന്താണ് ആ പോയിന്റ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളിയായത്. നമുക്കറിയാം. ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് എടുക്കുന്ന ടോപ്പിക് ആയതുകൊണ്ട് SCRTക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് ഈ ക്ലാസ്സുകൾ പോവുക. 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ SCRT ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. അതൊരൊറ്റ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, മുകളിലുണ്ട്. അതുപോലെ കമ്പനി ബോർഡ് LGSന് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് ഓരോ വീഡിയോ എടുത്ത് പഠിക്കണം. പറഞ്ഞു വന്നത്, ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് വിശദമായിട്ട് പറയില്ല. ഓക്കെ, ഇവിടെ ജനങ്ങൾക്ക് ഇത്തരത്തിൽ മതസൗഹാർദ്ദത്തിൽ ഒന്നുള്ള ദേശീയ ബോധം വളരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കണം നമ്മൾ. ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. എടാ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഒരു വേളയിലെ നമ്മുടെ ഉള്ളില്, ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്കിടയിൽ പല പ്രദേശത്തും ദേശീയ ബോധം വരാൻ തുടങ്ങി. രാജ്യം അല്ലെ, ഇപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ പോരാട്ടത്തിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ്. അങ്ങനെ ചില സംഘടനകൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ എന്നൊരു സംഘടന ആദ്യം പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ വർഷം ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതി തരാം കേട്ടോ. ഇവിടെ ആദ്യം പറയുന്ന സംഘടന ഇന്ത്യൻ അസോസിയേഷൻ ആണെങ്കിലും മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, സംഘടനയുടെ പേര് പറഞ്ഞേ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. വർഷം എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചോട്ടോ. SCRT ഇല്ല, പക്ഷെ ഞാൻ പറയുന്ന വർഷം മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ കേട്ടോ. ഏത് വർഷമാണ്? 1852. ഓക്കെ, 1852 നമ്മുടെ ചട്ടമ്പി സ്വാമിയൊക്കെ ജനിക്കുന്നത് 1853 അപ്പൊ ചട്ടമ്പി സ്വാമിയൊക്കെ ജനിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1852. ഡേ സാറേ പോയെന്നൊരു കോഡൊക്കെ മുമ്പ് ഞാൻ ഗവർണർ ജനറൽമാരെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ എന്തെന്നെയാണെങ്കിലും 1852 ആ കോഡ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടോ. 1852 മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. ഇത് സ്ഥാപിച്ച ആളെയും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കൂട്ടോ. PYQ ആണ്. അദ്ദേഹത്തിന്റെ പേര് ഞാനൊന്ന് എഴുതാം, പഠിക്കണേ. ഗസുലു ലക്ഷ്മി, ഗസുലു ലക്ഷ്മി നരസു ചെട്ടി എന്നാണ് പുള്ളിക്കാരുടെ പേര്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ? നരസു ചെട്ടി. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്ന് പഠിച്ചു വെച്ച പേര്. ഗസലു ലക്ഷ്മി നരസു ചെട്ടി എന്ന് പറയുന്ന ചേട്ടായി
അല്ലെങ്കിൽ അദ്ദേഹമാണ് പ്രാദേശികമായി മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയത്. ഗസലു ലക്ഷ്മി നരസു ചെട്ടി. പഠിച്ചോ? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. ഇനി നോക്കൂ, അടുത്തൊരു സംഘടന ഇവിടെ പറയുന്നത് പൂനെ സാർവജനിക് സഭയാണ്. 1870 ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റും PSC പരീക്ഷകളിൽ 100 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ജസ്റ്റ് ഒന്ന് അഡീഷണലി പറയുന്നത് കേട്ടോ. 1870 പൂനെ സാർവജനിക് സഭ. ഓക്കെ, പൂനെ സാർവജനിക്. ആരാടാ ഇതിന്റെ ആള്? ഇതിന്റെ ആള് എല്ലാവർക്കും അറിയാം, MG റാനഡെയാണ്. MG റാനഡെ. അപ്പൊ 1852 മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ഗസലു ലക്ഷ്മി നരസു ചെട്ടിയാണ് അതിന്റെ സ്ഥാപകൻ. പൂനെ സാർവജനിക് സഭ 1870 സ്ഥിരം PYQ ആണ് കേട്ടോ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. വർഷം 1870 പൂനെ സാർവജനിക് സഭ. ഇനി എല്ലാവർക്കും അറിയുന്ന ഒരു വർഷമാണ് 1876. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് കുറച്ച് കൊല്ലം മുമ്പ് അല്ലെ, 1876. എന്താണ്? ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ ഞാൻ എഴുതുന്നില്ല. അതിന്റെ സ്ഥാപകൻ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജി എന്റെ തൊട്ട് പിറകിലാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 1876 ഇന്ത്യൻ അസോസിയേഷൻ. അപ്പൊ 3 സംഘടനയാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ഒന്ന് ഇന്ത്യൻ അസോസിയേഷൻ, വർഷം ഏതാണ്? 1876. മദ്രാസ് നേറ്റീവ് അസോസിയേഷനോ 1852. ക്ലിയർ ആണേ? ഓക്കെ. പൂനെ സാർവജനിക് സഭയോ 1870. ഇന്ത്യൻ അസോസിയേഷൻ 1876. അപ്പൊ 3 സംഘടനയുടെ വർഷം എല്ലാവരും ഒന്ന് കാണാതെ ആലോചിച്ച് നോക്കിയേ. 52, then 70, 76. എല്ലാവർക്കും കിട്ടി. 3 പേരും കിട്ടി അല്ലെ? ആരൊക്കെയാണ്? ഗസലു ലക്ഷ്മി നരസു ചെട്ടി, MG റാനഡെ, സുരേന്ദ്രനാഥ ബാനർജി അല്ലെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ പേര് പഠിച്ചു. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് വിശദമായിട്ട് 2, 3, 4 ക്ലാസ്സിൽ പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഇവിടെ വർഷം കാണാം. 1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്. എന്താണ് ഇവിടെ പ്രത്യേകത? ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്, PYQ ആണ്. ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നത്, മൊത്തത്തിൽ ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു സംഘടന എന്ന രൂപത്തിലേക്ക് ഒരു ലെവലിലേക്ക് എത്തുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുമ്പോൾ. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. നോട്ട് ചെയ്ത് വെക്കണം. ഇതാ ഇവിടെ മുതലുള്ള നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഇതാ ബ്രാക്കറ്റ് ഇടുകയാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക. ഇതായിരുന്നു പ്രധാനമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച സമയത്ത് അതിന്റെ ലക്ഷ്യം. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരെ അടിച്ച് പായിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തുടക്കത്തില് നമുക്കറിയാലോ അല്ലെ, WC ബാനർജിയും അലൻ ഒക്ടോവിയൻ ഹ്യൂമോ, അങ്ങനെയുള്ള കഥകളൊക്കെ ചരിത്രമൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ 2 ക്ലാസ് കാണാം. ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ അവരുടെ അഭിപ്രായം പറയണം. ഇത് കണ്ടിട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. എല്ലാവരും ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് കാണണേ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ ഞാൻ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നോക്കൂ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പ്രധാനമായിട്ടും വീണ്ടും പുതിയ CRT പറയുന്നു, വിവിധ ജനങ്ങളുടെ പ്രശ്നങ്ങളിലെ ആരുടെ മുമ്പിൽ എത്തിക്കുക? അധികാരികളുടെ മുമ്പിൽ എത്തിക്കുക. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധം, ഒരു സൗഹൃദം വളർത്തിയെടുക്കുക. ഇതൊക്കെയായിരുന്നു ലക്ഷ്യം ഈ ഒരു സംഘടനയുടെ. പിന്നീടാണ് ഈ സംഘടന എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതും അല്ലെ, അതിന്റെ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ഒരു ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ മറ്റു ചില സംഘടനകൾ, ഇവരുടെയൊക്കെ സംഭാവന ഭരണഘടനയ്ക്കുണ്ട്. ഇവരുടെയൊക്കെ മനസ്സിലെ സ്വപ്നങ്ങളാണ് പിൽക്കാലത്ത് ഭരണഘടനയിലേക്ക് എത്തിപ്പെട്ടത്. അതാണ് പറയുന്നത്. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട ഒരു സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ. ഇവിടെ ഗാന്ധിജിയുടെ വരവിനെ കുറിച്ച് പറയുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിങ്ങൾക്കറിയാം, വലിയൊരു നാഷണൽ ഫേസ് ഗാന്ധിജി വരുന്നു, ഒരു ബഹുജന സ്വഭാവം വരുന്നു. അങ്ങനെ നമ്മുടെ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്നൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. അങ്ങനെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വരുന്നു. ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അങ്ങനെ സാഹോദര്യം, സമത്വം, മതസൗഹാർദ്ദം, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ. ഇനി ഭാവിയിൽ ഭരണഘടന വരുന്ന സമയത്ത് അതിന്റെ അടിത്തറയായിട്ട് ഈ പറയുന്ന സമത്വവും സാഹോദര്യവും മതസൗഹാർദ്ദവും സാമൂഹിക നീതിയും സ്വാതന്ത്ര്യവും എല്ലാം വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അന്ന് തൊട്ടേ വരുന്നുണ്ട് എന്നാണ് ഇത്രയും നേരം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം.
മനസ്സിലായോ? ഒരു സുപ്രഭാതത്തിൽ ഇവരെ കുറച്ച് ആളുകൾ ഇരുന്ന് ഭരണഘടന എഴുതി തയ്യാറാക്കിയപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന കൺസെപ്റ്റ് അല്ല ഇത്. അപ്പൊ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയമാണ് എന്തൊക്കെ? സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം ഒക്കെ. ഓക്കെ ആണല്ലോ? ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊരു ചെറിയ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പിൽക്കാലത്ത് ഭരണഘടനയിലേക്ക് എത്തിപ്പെട്ട അല്ലെങ്കിൽ ചില ആശയങ്ങളാണല്ലോ ഈ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. അതെല്ലാമാണ് പിൽക്കാലത്ത് ഭരണഘടനയിലേക്ക് വരുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. ശ്രദ്ധിച്ചേ, വ്യക്തി സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയ്ക്കകത്തുണ്ട്. പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം. ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഭരണഘടനയുടെ അതൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെയൊക്കെ സംഭാവനയുടെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. വ്യക്തി സ്വാതന്ത്ര്യം, പൗരാവകാശങ്ങൾ, എല്ലാ മതങ്ങൾക്കുമുള്ള തുല്യ പ്രാധാന്യം. മനസ്സിലായോ കൺസെപ്റ്റ്? ഇനിയാണ് നമുക്ക് നേരിട്ടുള്ള ചോദ്യങ്ങൾ. PSC പരീക്ഷകളിൽ ഈ ഒരു പേജിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഞാൻ പറയാം, നിങ്ങൾ പഠിച്ചു പോവുക. മകളെ, ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരുപാട് നിയമങ്ങൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1773 റെഗുലേറ്റിംഗ് ആക്ട്. ജസ്റ്റ് ഇവിടെ വർഷം പറയാം, 1773 കേട്ടോ. അപ്പൊ ആ ഒരു റെഗുലേറ്റിംഗ് ആക്ട് മുതല് പിന്നീട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഉണ്ട്, സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു നിയമം. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ബ്രിട്ടീഷുകാർ ഒരുപാട് നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളും കൗൺസിൽ ആക്ടുകളും ഒക്കെ ആയിട്ട്, ചാർട്ടർ ആക്ടുകളൊക്കെ അല്ലെ. അപ്പൊ അത്തരത്തിൽ 1773 മുതൽ 1947 വരെയുള്ള നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇതിനൊരുപാട് പ്രാധാന്യമുണ്ട്. നോക്കൂ, എന്താണ് പ്രാധാന്യം? ഇവിടെ ചില പോയിന്റുകൾ ഞാൻ വായിക്കാം. ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയം വരെ നമ്മുടെ നിയമസംഹിത എന്ന് പറയുന്നത് ഏതായിരുന്നു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആയിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. കെയിം ഓൺ എഫക്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ഥിരം ചോദ്യമാണ്. എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്? 1950 റിപ്പബ്ലിക് എന്നറിയാലോ, ജനുവരി 26. അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ പിറകിൽ നിങ്ങൾ പക്ഷെ കാണില്ല. PDF ഞാൻ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കൊടുക്കും. ടെലഗ്രാമിന്റെ ലിങ്ക് കമന്റിൽ ഉണ്ടാവും. അവിടെ ഇന്ത്യ റിപ്പബ്ലിക് ആയത് അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്നത് 50 ജനുവരി 26. ഭരണഘടന എന്നാണ് അഡോപ്റ്റ് ചെയ്തത്, അംഗീകരിച്ചതെന്ന് ചോദിക്കും. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ പിറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. 1949 നവംബർ 26. അറിയാത്ത ഒരു കുട്ടി പോലും കേരള PSC ചെയ്തരുത്. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കുന്നത്. ഓക്കെയാണ്. നിലവിൽ വരുന്നത് ജനുവരി 26 പിറ്റേത്തെ വർഷമാണെങ്കിൽ അംഗീകരിക്കുന്നു. അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ഇതാണ് മതി എന്ന് പറയട്ടോ. അപ്പൊ ഈ ഒരു ഡേറ്റിന്റെ പ്രത്യേകത, ഈ ഒരു ഡേറ്റ് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. നമ്മുടെ പുസ്തകമല്ലേ ഭരണഘടന, അതിനകത്തുള്ള ഒരേ ഒരു തീയതി, അത് ഈ തീയതിയാണ്. നിലവിൽ വന്ന തീയതിയല്ല, അംഗീകരിച്ച ഡേറ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന ഏക തീയതി ഏതാണ്? അത് ഭരണഘടന അംഗീകരിച്ച് 1949 നവംബർ 26. അതുകൂടി എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിച്ചു വരിക. ഇനി എന്തൊക്കെയാണ് ഈ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം ഒരു നിയമസംഹിതയായിട്ട് കണ്ടിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകൾ? ഒരു 5 പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ 5ഉം പഠിക്കണം. ഒന്നാമത്തെ പ്രത്യേകത, ഈ ഒരു നിയമത്തിനകത്ത് 321 വിഭാഗങ്ങളില് അല്ലെങ്കിൽ നമ്മൾ സെക്ഷൻ എന്നൊക്കെ പറയാം വകുപ്പ്, 321 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 10 പട്ടിക ഉണ്ടായിരുന്നു. പഠിച്ചു വെച്ചേക്കുക, ബൈഹാർട്ട് ചെയ്യുക. 321 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 321. 3, 2, 1. നല്ല രസമല്ലേ പഠിക്കാൻ? 3 ഒന്ന് കുറച്ച് 2, ഒന്ന് കുറച്ച് 1, 321. 3, 2, 1. ഓക്കെ, 10 പട്ടിക. എത്രയാണ്? 10 പട്ടിക. സെറ്റാണ്. ഇത് ഈ നിയമത്തിനകത്ത് 6 പ്രവിശ്യകളിലും ഈ നിയമപ്രകാരം 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. 6 പ്രവിശ്യകളിൽ ഇന്ത്യയിലെ ദ്വിമണ്ഡലം എന്ന് വെച്ചാൽ രാജ്യസഭ, ലോകസഭ ഒക്കെ കാണല്ലേ നിങ്ങൾ. അതുപോലെ 2 മണ്ഡലങ്ങൾ, 6 പ്രവിശ്യകൾ, സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തില് ഈ ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ 1935 മുതൽ കേന്ദ്രത്തിൽ എന്ത് വന്നു? ദ്വിമണ്ഡല സഭ വന്നു. അപ്പൊ ഈ നിയമപ്രകാരമാണ് കേന്ദ്രത്തില് അന്ന് 1935 കാര്യമാണ് ദ്വിമണ്ഡല സഭ വന്നത്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ. എത്ര പ്രവിശ്യകളാണ്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ വന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ വന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന ഒരു അധികാര ഫെഡറലിസം ഉണ്ടല്ലോ,
കേന്ദ്ര സർക്കാരിന്റെ അവകാശങ്ങൾ സ്റ്റേറ്റിലെ ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ്, ആ ഒരു ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന കൺസെപ്റ്റ് എവിടുന്നാ വന്നത് മനസ്സിലായോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. അപ്പൊ അന്ന് എന്ത് ചെയ്തു? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും പ്രവിശ്യകൾക്കും അധികാരം വിഭജിച്ച് നൽകി. അപ്പൊ 6 പ്രവിശ്യകൾക്ക് ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നു, കേന്ദ്രത്തിന് ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ച് നൽകി. 321 വകുപ്പുകള്, അതുപോലെ തന്നെ 10 പട്ടിക ഉണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ബൈ ഹാർട്ട് പഠിച്ചേ. 5 പോയിന്റ് കിട്ടുന്നത് നോക്കിക്കേ. ഓക്കെ, ഒന്നാമത്തെ വകുപ്പിന്റെ പട്ടികയുടെ കാര്യം, പിന്നീട് കേന്ദ്രത്തിനൊരു ദ്വിമണ്ഡലം പറഞ്ഞു, 6 പ്രവിശ്യകൾക്ക് ദ്വിമണ്ഡലം പറഞ്ഞു, കേന്ദ്രത്തിന്റെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അധികാര വിഭജനം പറഞ്ഞു, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഇനി ഭരണഘടനയെ കുറിച്ചുള്ള ചില അടിസ്ഥാന വസ്തുക്കൾ മനോഹരമായ ഒരു പിക്ചറായിട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. എന്തൊക്കെയാടാ? ഞാനിപ്പോ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഭരണഘടന നിലവിൽ വന്ന ഡേറ്റും അംഗീകരിച്ച ഡേറ്റും അല്ലെ. ആക്ച്വലി ഇങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറഞ്ഞൊരു ബോഡിയാണ്. നമ്മൾ അതിനെ എന്ത് വിളിക്കും? ICA, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് വിളിക്കും. ഭരണഘടനാ നിർമ്മാണ സഭ വിശദമായി 2 ക്ലാസ്സുകൾ ഞാൻ നമ്മുടെ മെയിൻ ചാനൽ IC എടുത്തിട്ടുണ്ട്. ആ 2 ക്ലാസ് കണ്ട ഏതൊരു കുട്ടിക്കും PSC പരീക്ഷയിലെ ഷുവർ ഏരിയ ആണ്, ഷുവർ ടോപ്പിക് ആണ്, ആ മാർക്ക് കിട്ടും. അത് ഞാൻ ഒരിക്കൽ കൂടി ക്ലാസ് GK എടുക്കും. എന്നിരുന്നാലും ഇപ്പൊ തൽക്കാലം SCRT പറയുന്ന 4 പോയിന്റുകൾ മാത്രം പറയാവേ. മക്കളെ, IC അഥവാ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ ആ ഒരു കമ്മിറ്റി, ഭരണഘടനാ നിർമ്മാണ സഭ, ഇത് രൂപീകരിക്കുന്നത് 1946 ഡിസംബർ 6-ാം തീയതിയാണ്. ഡേറ്റ് പഠിക്കണേ. എന്നാണ്? ഡിസംബർ 6-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ ICA രൂപീകരിച്ചു. തൊട്ടടുത്ത ദിവസം എങ്ങനെയാണ്? ഡിസംബർ 6 തിരിച്ചിട്ട് 9, ഡിസംബർ 9-നാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഓക്കെ ആണോ? അത് കഴിഞ്ഞ് വീണ്ടും 2-3 ദിവസം കഴിഞ്ഞപ്പം ഡിസംബർ 11 ഈ ഒരു കമ്മിറ്റിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ആര് വരികയാണെന്ന് അറിയുമോ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരികയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. എന്നാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്? ഡിസംബർ 11. ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ഡിസംബർ 9. സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നത് ഡിസംബർ 11-നാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പൊ ആരായിരുന്നു ഫസ്റ്റ് ഡിസംബർ 6-നും 9-നൊക്കെ അധ്യക്ഷൻ? സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്താണ് ഡിസംബർ 11 അല്ലേ. അപ്പം ചോദ്യം ഇതാണ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ പഠിച്ചു വെച്ചേക്ക്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, പുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ PSC ഒരു 10, 500 എത്ര തവണയാ ചോദിച്ചെന്ന് അറിയില്ല. സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ, ഭരണഘടന ഉണ്ടാക്കാനുള്ള ഒരു സഭയാണ്, കമ്മിറ്റിയാണ്. ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യം രൂപീകരിച്ച ഡിസംബർ 6, ഫസ്റ്റ് മീറ്റിംഗ് ഡിസംബർ 9, സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതിനു മുമ്പ് താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ക്ലിയർ ആണല്ലോ? യെസ്. അവിടെ എത്ര ദിവസം എടുത്തിട്ടാണ് ഈ ടീംസ് ഇങ്ങനെ ഇത് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എത്ര സമയം പിടിക്കലോ? പിടിച്ചു. എത്ര സമയമാണ്? 2 വർഷവും 11 മാസവും. നോക്കണേ, 3 വർഷമായില്ല. 2 വർഷവും 11 മാസവും 17 ദിവസം. ആക്ച്വലി 18 ദിവസമാണ്. 18 ദിവസമാണ്. പക്ഷെ PSCയുടെ ആൻസർ പ്രകാരം, SCRT പ്രകാരം വർഷങ്ങളായിട്ട് PSC ചോദിക്കുമ്പോൾ 17 ദിവസം കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് എഴുതിയാലും കുഴപ്പമില്ല. ഇനി 18 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ 2 വർഷം 11 മാസം 17 ദിവസം ഇത് രൂപീകരിക്കാൻ എടുത്ത സമയം. ഈ ഒരു ICAയുടെ ആകെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനാണ് രാജേന്ദ്ര പ്രസാദ്. ഇതിനകത്ത് ഒരുപാട് മേജർ കമ്മിറ്റികളുണ്ട്, മൈനർ കമ്മിറ്റികളൊക്കെ ഉണ്ട്. അവരെല്ലാം കൂടിയാണല്ലോ ഈ ഭരണഘടന രൂപപ്പെടുത്തിയത്. നമുക്കത് വിശദമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വേറൊരു ക്ലാസ് ഞാൻ എടുക്കും. ഒരു 2 മണിക്കൂറെങ്കിലും ICAയെ കുറിച്ച് പ്രത്യേകം പഠിപ്പിക്കാനുണ്ട്. ഓക്കെ. അവിടെ തൽക്കാലം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്. ICAയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്ത് കമ്മിറ്റി? ഡ്രാഫ്റ്റിംഗ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും കരട് സെറ്റാക്കി തയ്യാറാക്കി. ഇതാണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഫ്റ്റ്. ഇപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെ. ഇന്ത്യൻ ഭരണഘടന പിതാവ് ആരാടാ? ഡോക്ടർ BR അംബേദ്കർ. ഭീമറാവു അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ. ഇപ്പൊ എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 1947. സ്വാതന്ത്ര്യം കിട്ടുന്ന ഓഗസ്റ്റ് 15-നല്ലേ? ആണ്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം 29-ാം തീയതി 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലെ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അതുപോലെ തന്നെ മുഹമ്മദ് സാദുള്ള, KM മുൻഷി, TP ഗെയ്ത്താൻ, BL മിത്തർ തുടങ്ങിയ ആളുകൾ
അപ്പോ ഈ പറയുന്ന പേരുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ പെട്ടെന്ന് പറഞ്ഞു നോക്കണ്ട, നമുക്ക് പിന്നീട് ഒരു ക്ലാസ് ഞാൻ വിശദമായിട്ട് എടുക്കും കേട്ടോ. ഞാൻ ഇവിടെ എഴുതിയൊന്നും തരുന്നില്ല. അങ്ങനെ 7 അംഗങ്ങൾ, ആ അംഗങ്ങളുടെ എണ്ണം മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എത്ര അംഗങ്ങളാണ്? 7 അംഗങ്ങൾ. ഓഗസ്റ്റ് 29 അല്ലേ, 9 2 കുറച്ച 7 അല്ലേ. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഈ പറയുന്ന അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും എൻ ഗോപാലസ്വാമി അയ്യങ്കറും മുഹമ്മദ് സാദുള്ളയും ബി എൽ മിത്തറും അതുപോലെ തന്നെ ഡി പി കേത്താൻ, മിത്തർ പോയിട്ട് മാധവൻ വരുന്നുണ്ട് അല്ലെ, കേത്താൻ പോയിട്ട് കൃഷ്ണമാചാരി വരുന്നുണ്ടൊക്കെ നമുക്കറിയാം. അപ്പൊ അത് പിന്നീട് ഞാൻ ക്ലാസ് എടുക്കും. അങ്ങനെയുള്ള 7 അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, പേരൊക്കെ പഠിക്കണം കേട്ടോ മക്കളെ. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വന്നു? 47 ഓഗസ്റ്റ് 29. ആരായിരുന്നു അധ്യക്ഷൻ? 7 അംഗങ്ങളുടെ തലവൻ ബി ആർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഒരു ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ നമ്മളിപ്പോ ബി ആർ അംബേദ്കറെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കി. പ്രത്യേകിച്ച് അവിടെ ഒരു ചോദ്യം ചോദിക്കണമെന്നില്ല. ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭ 1946, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഡിസംബർ മാസം 6-ാം തീയതിയാണ് ICA രൂപീകരിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ICA രൂപീകരിക്കാനൊക്കെ കാരണമായി മാറിയത് അവസാനം ആക്ച്വലി 1946 വിവിധ കമ്മിറ്റികൾ വരുന്നു. ഇവിടെ സമരം അതിന്റെ ഒരു ടോപ്പ് ലെവലിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രിട്ടീഷുകാര് ഈ അധികാരം ഇന്ത്യക്കാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു അവസാനം എത്തി നിൽക്കുകയാണ്. 46 ആണല്ലോ. അപ്പൊ അങ്ങനെ എത്തി നിൽക്കുന്ന സമയത്ത് ഇന്ത്യ സന്ദർശിച്ച ഒരു കമ്മിറ്റി ഉണ്ട്, അതാണ് ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് ICA രൂപീകരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ചോദിക്കാം, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായി തീർന്ന കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷൻ ആണ്. ഏത് വർഷമാണ്? 1946 ക്യാബിനറ്റ് മിഷന്റെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഭരണഘടനയുടെ സവിശേഷതകളാണ്. 1950 ജനുവരി 26-ാം തീയതി നിലവിൽ വന്ന കെയിം ഓൺ എഫക്ട് അല്ലെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പിള്ളേരെ എല്ലാവരും പഠിക്കുക. നമ്മുടെ ആ പുസ്തകം, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന, അതിനകത്ത് 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 22 ഭാഗങ്ങൾ അഥവാ പാർട്സ്. ഓക്കെ, 22 പാർട്സ്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിപുലീകരിച്ച് പറയാം, അധ്യായങ്ങൾ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ തുടക്കത്തിൽ നിലവിൽ വന്ന സമയത്ത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? 22 ചാപ്റ്റേഴ്സ്. എത്ര അധ്യായങ്ങൾ ഉണ്ടായിരുന്നു? ഒക്കെ ഒന്നും കേട്ടോ, പല പേരുകൾ ഉണ്ടല്ലോ. എത്ര ചാപ്റ്റേഴ്സ്, എത്ര അധ്യായങ്ങൾ? 22. അല്ലെങ്കിൽ എത്ര ഭാഗം, അല്ലെങ്കിൽ എത്ര പാർട്സ് എന്നൊക്കെ ചോദിക്കാം. 22 പാർട്സ്, ഭാഗങ്ങൾ, അധ്യായങ്ങൾ, ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പഠിക്കണേ. 1950 കേസാ പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിലവിൽ വന്ന സമയത്ത് എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു? 395. ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയണം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇവിടെ ഭരണഘടന ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നു. അതിനകത്ത് എത്ര വകുപ്പുകൾ അഥവാ ആർട്ടിക്കിൾസ്, അതല്ലെങ്കിൽ അനുച്ഛേദം, അതുമല്ലെങ്കിൽ വ്യവസ്ഥകൾ, ഇങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. എന്തൊക്കെ ചോദിക്കാം? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ചോദിക്കാം. എത്ര വ്യവസ്ഥകളാണ്? 395 അല്ലെ. അതല്ലെങ്കിൽ വകുപ്പുകൾ എത്ര ചോദിക്കാം? വകുപ്പ് അല്ലെ, വകുപ്പ് ചോദിക്കാം. ആർട്ടിക്കിൾ ചോദിക്കാം. അനുച്ഛേദം, എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു ചോദിക്കാം. അപ്പൊ ഇതെല്ലാം ഒരാൾ തന്നെയാണ്. വകുപ്പ്, അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ. ഓക്കെ, വ്യവസ്ഥകൾ എത്രയാണ്? 395. ചാപ്റ്റേഴ്സ് അതല്ലെങ്കിൽ അധ്യായങ്ങൾ അതല്ലെങ്കിൽ ഭാഗം അല്ലെങ്കിൽ പാർട്സ് 22. ഓക്കെ ആണല്ലോ. ഇനി പട്ടികകൾ 8 പട്ടിക. ഇതൊക്കെ നമ്മൾ പാട്ട് പാടി പഠിക്കട്ടോ. 7 ലിസ്റ്റ്, 8 ഭാഷ, 9 ഭൂപരിഷ്കരണം, 10 കൂറുമാറ്റം, 11 പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി എന്നൊക്കെ നമ്മൾ പാട്ട് പാടി പഠിക്കും മറ്റൊരു ക്ലാസ്സിൽ. അതാണ് പട്ടിക. അപ്പൊ എത്ര പട്ടികയുണ്ട് ഭരണഘടനയിൽ? ഇപ്പോഴല്ല, തുടക്കത്തിൽ പട്ടികകൾ എത്രയുണ്ട്? എഴുത്തൊന്നും നോക്കണ്ട കേട്ടോ, സമയമില്ലാത്തതുകൊണ്ടാണ്. 8 പട്ടിക അഥവാ ഷെഡ്യൂളുകൾ. എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്? ഷെഡ്യൂൾസ് അഥവാ പട്ടികകൾ 8 എണ്ണം. അനുച്ഛേദം 395. ഭാഗം അഥവാ പാർട്സ് എത്ര എണ്ണം? 22. സെറ്റാണോ? ഇനി നിലവിൽ എത്ര? നൗ നിലവിൽ എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ പിള്ളേരെ നിങ്ങൾ പറയണം 25 ഭാഗം. ഇത് SCERT അകത്തില്ല. 25 ഭാഗം എന്ന് വെച്ചാൽ ആകെ എണ്ണമാണ്. 23, 24, 25 എന്നൊരു സംഖ്യ എന്നുള്ള ഭരണഘടനയിലെ ഭാഗമില്ല. ഇതിന് ഉള്ളിൽ പലപ്പോഴായിട്ട് ഭേദഗതികൾ ചെയ്തിട്ട് നിലവിൽ ഇപ്പൊ എണ്ണിക്കഴിഞ്ഞാൽ എത്ര ഭാഗമുണ്ട് ഭരണഘടനയിൽ, അല്ലെങ്കിൽ എത്ര പാർട്സ് ഉണ്ട്? 25 പാർട്സ് ഉണ്ട്. എത്ര വകുപ്പുണ്ട് എന്ന് ചോദിക്കത്തില്ല, കാരണം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ നിലവിൽ ഭാഗ്യത്തിന് നിങ്ങൾ പഠിക്കേണ്ട എന്ന് തന്നെ ഞാൻ പറയാം. ഒരു സ്മാർട്ട് വർക്ക് ആണ്. അപ്പം വകുപ്പ് നിങ്ങൾ നിലവിൽ പഠിക്കണം. 450 പ്ലസോ 440 പ്ലസ് അതുകൊണ്ട് പഠിക്കണ്ട, മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഭാഗം മാറില്ല. നിലവിൽ 25 ഭാഗം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കും. മാറില്ല, അത്
ഉറപ്പിച്ച് പഠിക്കാം, അത് ചോദിക്കും 25. ഇനി പട്ടിക എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ 8ആയിരുന്നു, ഇപ്പോൾ ഞാൻ നേരത്തെ പാട്ട് പാടില്ലേ, 7 ലിസ്റ്റ് 8 ഭാഷ 9 ഭൂപരിഷ്കരണം അല്ലെ, 11 പഞ്ചായത്ത് 12 മുനിസിപ്പാലിറ്റി. അപ്പൊ 12 പട്ടികയാണ് നിലവിലുള്ളത്. തുടക്കത്തില് 8 പട്ടിക, ഇപ്പോൾ 12 പട്ടിക. സെറ്റാണല്ലോ. പാർലമെന്ററി ജനാധിപത്യ ഭരണം ഈ രാജ്യത്തുണ്ട്. അതൊരു സവിശേഷതയല്ലേ? തീർച്ചയായിട്ടും. ജനങ്ങളാണ് ഈ രാജ്യത്തിന്റെ പരമാധികാരികൾ. സവിശേഷതയല്ലേ? ശരിയാണ്. നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുണ്ട്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില മൗലികാവകാശങ്ങൾ, അടിസ്ഥാന അവകാശങ്ങൾ അല്ലെ. നമ്മളെ ഒരു വ്യക്തി എന്ന രൂപത്തിൽ രാഷ്ട്രത്തോട് തിരിച്ചെന്ന സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. മൗലിക കടമകൾ അല്ലെ, പൗരന്റെ മൗലിക ചുമതലകളുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. ഈ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി രാഷ്ട്രത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സർക്കാരുകൾ ചെയ്യണം. അതെല്ലാം നിർദ്ദേശക തത്വമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ട്. അതാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു സവിശേഷത. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്. നിങ്ങൾക്കോ എനിക്കോ പ്രത്യേകിച്ചൊരു ആനുകൂല്യമൊന്നുമില്ല. ആരും നിയമത്തിന് അതീതരല്ല. ഓക്കെ, ഇതൊക്കെ വരുമ്പോ ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുമ്പോൾ പരീക്ഷ ആണെന്ന് ഞാൻ ആലോചിക്കും, എന്താണ് ഈ പറഞ്ഞതിന്റെ മലയാളം? അതീതരല്ല ആണോ? അല്ലേ എന്നൊക്കെ ചിന്തിക്കേണ്ട. ആരും നിയമത്തിന് അതീതരല്ല എന്ന് വെച്ചാൽ നിയമത്തിന് വിധേയരാണെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉണ്ട് അല്ലെ. യൂണിവേഴ്സ് അഡൽട്ട് ഫ്രാഞ്ചൈസ് നമ്മൾ പഠിക്കാറില്ലേ? 18 വയസ്സായി കഴിഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശം ഉണ്ട്. നിശ്ചിത പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇവിടെ മോദിയോ പിണറായി വിജയനൊക്കെ ഭരിക്കല്ലേ ഇന്ത്യയിൽ. കേരളത്തിൽ പിണറായിയും മോദി, ഇവർക്കൊന്നും അധികാരമില്ല. ജുഡീഷ്യറി വേറെ തന്നെയാണ് അല്ലെ. ഇപ്പൊ അടുത്ത സമയത്ത് നിങ്ങൾ പല കോൺട്രവേഴ്സി കണ്ടിട്ടുണ്ടാവും. കോടതികൾക്ക് ഭരണകർത്താക്കളുമായി യാതൊരു ബന്ധവുമില്ല. കോടതികൾ വേറെ തന്നെയാണ് ഇന്ത്യയിൽ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. ഫെഡറലിസം ഉണ്ട് അല്ലെ. കേന്ദ്ര സർക്കാരിന് അധികാരങ്ങളുണ്ട്, സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങളുണ്ട്. കൃത്യമായിട്ട് അതെല്ലാം ഭരണഘടന വിഭജിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് പൗരത്വമുണ്ടോ? ഏക പൗരത്വമാണ്. ചില രാജ്യങ്ങൾക്കൊക്കെ അല്ലെ ഇരട്ട പൗരത്വമൊക്കെ ഉണ്ട്. ഇവിടെ ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, ഇന്ത്യൻ സിറ്റിസൺ അല്ലെ. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട് ചില ചോദ്യങ്ങൾ. ഞാൻ ചുമ്മാ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കണേ. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ശരിയാണെങ്കിൽ ശരി പറയില്ലെങ്കിൽ തെറ്റുന്നത്. ഞാൻ തെറ്റ് പറയട്ടെ? തെറ്റല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലേ? കിട്ടുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. ശരിയാണ് അല്ലെ. കൺകർ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. അപ്പൊ സംസ്ഥാന സർക്കാർക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. ശരിയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല അല്ലെ. ശരിയല്ലേ? നിയമത്തിന് അതീതരല്ല. അപ്പോ ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ അങ്ങനെ സംഭവം ഉണ്ടോടാ? ഇന്ത്യയിൽ ഒരൊറ്റ പൗരത്വമുള്ളൂ, സംസ്ഥാന പൗരത്വം ഒന്നുമില്ല അല്ലെ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. 100%. അവകാശങ്ങൾ ഉള്ളതുപോലെ കടമകൾ നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ. ദേശീയ പതാകയെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ സ്ത്രീകളോട് ബഹുമാനിക്കണം, പൊതു കാര്യങ്ങളൊക്കെ അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായി. ഇപ്പം തന്നെ ഇവരുടെ ഭരണത്തിലൊക്കെ, ഇവരുടെ ഭരണം മീൻസ് ഏത് ആള് ഭരിച്ചാലും ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നിയന്ത്രണം കൂടി ഇല്ലെങ്കിലുള്ള കാര്യം പറയണോ? അപ്പൊ തീർച്ചയായിട്ടും പാർലമെന്റിന് നമുക്ക് നിയന്ത്രണമുണ്ട്, അതുപോലെ നിയമസഭകൾക്കുണ്ട്. എന്ന് വെച്ചാൽ ഭരണാധികാരികൾക്ക് മേൽ നിയന്ത്രണം ഉണ്ട് അല്ലെ. അപ്പൊ അത് നിയന്ത്രണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? നിയന്ത്രണമുണ്ട്, ആർക്കും നിയന്ത്രണം ഇല്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് തെറ്റോ ശരിയോ എന്നൊക്കെ പരീക്ഷ പെട്ടെന്ന് കത്തണം. ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ SCRT. അപ്പൊ ഇവിടുന്ന് ഉറപ്പായിട്ടും ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക. നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന പല PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ആ ഭരണഘടനയിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാറ്റിയിട്ട് ഇങ്ങനെ നല്ല ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം സ്റ്റെക്ക് ആവും നമ്മള്. അപ്പൊ നല്ല വൃത്തിക്ക് മനസ്സിലാക്കുക തന്നെ വേണം ഏതൊരു പരീക്ഷയ്ക്ക് പോകും കേട്ടോ. നിയമങ്ങളുടെ ഉറവിടത്തെ കുറിച്ച് പറയുന്നുണ്ട് മക്കളെ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും നമ്മൾ ഏത് രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുക? നമ്മുടെ ഭരണഘടന വെച്ചിട്ടോ. അപ്പൊ നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. ഇതൊരു ഫാക്ട് നമുക്ക് അറിയുന്നല്ലേ. നമ്മുടെ രാജ്യത്ത് ഇപ്പം പിണറായി വിജയൻ അല്ലെങ്കിൽ കേരള സർക്കാർ ഒരു നിയമം ഉണ്ടാക്കുക, ഭരണഘടനയ്ക്കെതിരുള്ള ഒരു നിയമം അവർക്ക് നിയമസഭ പാസ്സാക്കി എടുത്ത് അത് ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മോദിജിക്ക് ആണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും അത് പറ്റില്ല. അപ്പൊ ഭരണഘടനയ്ക്ക് അനുസരിച്ച് വിധേയമായി മാത്രമേ ഇന്ത്യയിലെ സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാൻ പറ്റൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവഹിച്ച് നൽകുന്നുണ്ട്. അങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാപനമാണ് ഭരണഘടനയ്ക്കുള്ളത് കേട്ടോ. സ്ഥാപനമല്ല, സ്ഥാനമാണ്. നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് നമ്മൾ പറയാറില്ലേ,
നമ്മുടെ പരമോന്നത നീതിപീഠം എന്നൊക്കെ പറയുന്നവർ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ അല്ലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന എന്താണ്? അത് ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് മുകളിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുക. സെറ്റ്. ഇവിടെ നോക്കൂ, 7ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്ക് ഒരു നിയമത്തെ കുറിച്ച് പറയുന്നുണ്ട്. LDC ലെവൽ പരീക്ഷ അല്ലെങ്കിൽ VFA പോലത്തെ പരീക്ഷയ്ക്ക് നമുക്ക് പോക്സോ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പോക്സോ ആക്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ പോക്സോ ആക്ടിനെ കുറിച്ച് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏത് വർഷമാണെന്ന് ഇവിടെ കാണുമ്പോൾ കൂട്ടുകാർക്ക് അറിയാം. വർഷം എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്ക് 2012 ആണ്. അതിനോട് ചേർത്ത് പഠിക്കുമ്പോൾ ഞാൻ 2 പോയിന്റ് എക്സ്ട്രാ പഠിപ്പിച്ചിട്ടെ. രസമല്ലേ പഠിക്കാൻ? എടാ, ജൂൺ 19 എന്ത് ദിവസമാണ്? ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമല്ലേ? കേരളത്തിലല്ല, ദേശീയ തലത്തിൽ ഇപ്പോൾ വായനാ ദിനമാണ്. PN പണിക്കർ അല്ലേ? അപ്പൊ നമുക്കറിയാം. അപ്പൊ പണിക്കർ സാറുമായി ബന്ധപ്പെട്ട് ദേശീയ വായനാ ദിനമാണ് ജൂൺ 19. അപ്പൊ കുട്ടികൾ വായിക്കണം അല്ലെ? അപ്പൊ ഇന്ത്യയിൽ പോക്സോ നിയമം എന്നാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ 2012 ജൂൺ 19 പഠിക്കുക. ഇനി എന്നാണ് ഇത് നിലവിൽ വന്നത് പോക്സോ ചോദിച്ചാൽ 2012. പഠിക്കാൻ എളുപ്പത്തിന് പറയുകയാണെ, നവംബർ മാസം 14 തീയതി. എന്താണ്? ശിശുദിനമല്ലേ അല്ലെ? നവംബർ 14 PSC പരീക്ഷകൾ വേറെ ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ എഴുതി തരാം. നവംബർ 14 ലോക പ്രമേഹ രോഗ ദിനമാണ്. ലോക പ്രമേഹ രോഗ ദിനമാണ്. ശിശുദിനത്തിൽ മിഠായി കഴിച്ചാൽ പ്രമേഹം വരും, ഷുഗർ വരും എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. കാരണം പ്രമേഹത്തിലുള്ള മരുന്നാണ് ഇൻസുലിൻ. നിങ്ങൾക്കറിയാലോ. അപ്പൊ ഇൻസുലിൻ കണ്ടെത്തിയത് ബാൻഡിങ് ബെസ്റ്റ്, 2 പേരാണ്. ഇതിൽ ബാൻഡിങ്ങിന്റെ ജന്മദിനമാണ് നവംബർ 14. ഓക്കെ. അത് കൂടാതെ ഇന്ത്യയിൽ നമ്മുടെ നെഹ്റു ജനിച്ചത് കൊണ്ടാണ് നവംബർ 14 ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ആലോചിച്ച് വെക്കുക, ഈ ശിശുദിനത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? പോക്സോ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. കെയിം ഓൺ എഫക്റ്റ് ആണ്. ഇത് രാഷ്ട്രപതി സൈൻ ചെയ്യുന്നു, ഇത് പ്രസിഡന്റ് സൈൻ ചെയ്യുന്നു, ഇത് നിലവിൽ വരുന്നു. പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. അപ്പൊ നവംബർ 14 PSCയുടെ ഇഷ്ട ചോദ്യം എന്താണ്? പ്രമേഹ രോഗ ദിനം. PSCയുടെ ഇഷ്ട ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. നവംബർ 14 എന്ത് ദിവസമാണ്? ലോക പ്രമേഹ രോഗ ദിനം. എങ്ങനെയാണ്? ഇൻസുലിൻ കണ്ടെത്തിയ ബാൻഡിങ്ങിന്റെ ജന്മദിനമാണ്. അപ്പൊ ഇൻസുലിൻ കണ്ടെത്തിയാലാണ് ബാൻഡിങ്. 2 പേരാണ് ബെസ്റ്റ്, ബാൻഡിങ്ങും ബെസ്റ്റുമാണ് കേട്ടോ. ഓക്കെ. പ്രമേഹം അവിടെ കിടക്കട്ടെ. അപ്പൊ പോക്സോയെ കുറിച്ച് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഞാനത് വായിക്കട്ടെ. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഇതിന്റെ പൂർണ്ണ രൂപം ഒരുപാട് തവണ PSC പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. പിള്ളേരെ, നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. അറിയാത്തവര് എല്ലാവർക്കും അറിയാമെന്ന് എന്റെ വിശ്വാസം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് അല്ലെ? 2012 എന്താണിത്? ഇത് ഈ പറയുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ലൈംഗികമായിട്ടുള്ള അവരുടെ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. അതാണ് ഇതിന്റെ ലക്ഷ്യം. വേറെ ഒന്നും ഇതിനകത്ത് വരില്ല. ഇവിടെ എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഒരു 100 500 എത്ര തവണയാണ് ചോദിച്ചത്? പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 16 വയസ്സിന് താഴെ, 14 വയസ്സിന് താഴെ, 18 വയസ്സിന് താഴെ, 21 വയസ്സിന് താഴെ, ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെ എന്ത് വിളിക്കാം? പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് വിളിക്കാം കേട്ടോ. ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല 2 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഞാൻ ഈ നിയമത്തെ കുറിച്ച് ഒരു ഒറ്റ വാക്ക് നിങ്ങളോട് പറയാം. ഈ നിയമത്തിനകത്തു 9 ഭാഗങ്ങളുണ്ട്. നേരത്തെ ഭരണഘടനയുടെ ഭാഗം പഠിച്ചില്ലേ? 22 തുടക്കത്തിൽ 25. അപ്പൊ അങ്ങനെ ഈ നിയമത്തിനകത്ത് 9 ഭാഗങ്ങളുണ്ട്. 9 ഭാഗങ്ങളിലായിട്ട് 46 വകുപ്പുണ്ട്. സെക്ഷൻ എത്രയുണ്ട്? 9ൽ 46. ബൈ ഹാർട്ട് പഠിച്ചോ. പോക്സോ ആക്ടിൽ 9 ഭാഗങ്ങളിൽ 46 സെക്ഷൻ ഉണ്ട്. ഇതെല്ലാം വിശദമായിട്ട് LDC അല്ലെങ്കിൽ VFAക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് വേറെ എടുക്കും ഭാവിയിൽ കേട്ടോ. അപ്പൊ ആ സമയത്ത് വിശദമായിട്ട് പഠിപ്പിക്കാം. ഇപ്പൊ തൽക്കാലം ഈ 46 സെക്ഷനിൽ ഒരു 2 എണ്ണം ഞാൻ പറയട്ടെ. ഒന്ന് വകുപ്പ് 19 ആണ്, SCRT ഉള്ളത് കൊണ്ട് പഠിക്കാം. മറ്റൊന്ന് വകുപ്പ് 44 കണ്ട നിങ്ങൾ. അപ്പൊ വകുപ്പ് 19 പറയണം, ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പ് 19 ആർട്ടിക്കിൾ 44. ഇത് രണ്ടും പറയണേ. ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. ഞാനൊന്ന് വായിക്കാം കുഞ്ഞുങ്ങളെ. നോക്കൂ. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസോ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. ഇതാണ് പോയിന്റ്.
എന്താണ് 19? ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. ഇതാണ് വകുപ്പ് 19. ബൈഹാർട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതൊക്കെ രസകരമായി കോഡാക്കിയിട്ട് ഞാൻ പഠിപ്പിക്കും കേട്ടോ. നമ്മുടെ ടെലഗ്രാം പെയ്ഡ് ഗ്രൂപ്പിലൊക്കെ മുമ്പ് പഠിപ്പിച്ച കോഡൊക്കെ ഉണ്ട്. കുറ്റം ചെയ്താൽ പോണം, പ്രേരിപ്പിക്കുന്നവനെ കൂട്ടി കേസിന്റെ നടപടിക്ക് കോടതിയിലേക്ക് എന്നൊരു കോഡൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ പറയുന്ന ഭാഗമാണ്. ഈ പോണോഗ്രഫി, അതുപോലെ തന്നെ കുറ്റം ചെയ്താൽ പോണോഗ്രഫി, പോണം, പ്രേരിപ്പിക്കുന്നവനെ കൂട്ടി പ്രേരിപ്പിക്കുന്ന നടപടികൾ, അതുപോലെ തന്നെ എന്താ പറയാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോഡുകളാക്കിയിട്ട് രസമായിട്ട് കോഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഈ കോഡൊക്കെ ഞാൻ ഇപ്പൊ അല്ല ഇതിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കേട്ടോ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ 19 മാത്രം പഠിക്കുക. എന്താണ് 19? ലൈംഗിക അതിക്രമ കേസുകളിൽ എന്താണ് പറയുന്നത്? അത് കേസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ പറയുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 19 പ്രകാരമാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. CWPO. നോക്കണേ, പഠിച്ചു വെക്കണം. PYQ ആണ്. ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, ചൈൽഡ് വെൽഫെയർ CWPO എന്നറിയപ്പെടുന്നു. ഉദ്യോഗസ്ഥന്റെ പേര് ഈ പറയുന്ന പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നതാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പ്, ആർട്ടിക്കിൾ 19 എന്നാണ് കിട്ടിയേ, ബൈ ഹാർട്ട് പഠിച്ചോട്ടോ. ആർട്ടിക്കിൾ 44 പറയാൻ പോകുന്നത് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ ആ ഒരു വകുപ്പുണ്ട്. ആ വകുപ്പ് 44 പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് പറയുന്നത് 19 ആണെങ്കിൽ, ഈ പറയുന്ന കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44 വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം, പോക്സോ മോണിറ്ററിംഗ് സെല്ല്. ഇപ്പൊ പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയത് ഏത് വകുപ്പ് പ്രകാരമാണ്? 44. പഠിച്ചു വെച്ചോ. പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട്? 44. ഓക്കെ. അതുപോലെ തന്നെ ലൈംഗികാതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരാണ് ആ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോക്കൽ പോലീസോ അതുപോലെ തന്നെ ജുവനൈൽ പോലീസ് യൂണിറ്റോ ആണ് എന്ന് നിയമം പറയുന്നു. 19 ക്ലിയർ ആയി പഠിച്ചു പോണേ. അവസാനമായിട്ട് ഭരണഘടനയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ തുടങ്ങിയിട്ടുള്ളൂ. 7ാം ക്ലാസ് ആണ്. ഇനി 8, 9, 10 ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഭരണഘടനയെ കുറിച്ച് വിശദമായി പഠിക്കും. അപ്പൊ നമ്മള് ICA ഞാൻ വേറെ എടുത്തിരുന്നു പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ഒരു പ്രത്യേക ടോപ്പിക്കാണ്. അത് ഞാൻ ക്ലാസ് എടുക്കുന്ന ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് 1 മണിക്കൂർ പഠിക്കാനുണ്ട്. തൽക്കാലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുഞ്ഞു കാര്യങ്ങൾ പറയാം. ഭേദഗതി 1 1951 ഫസ്റ്റ് ഭേദഗതി. ഏതാ വർഷം? 1951. ബൈഹാർട്ട് പഠിക്കാം. ഇന്ത്യയിലെ ഭരണഘടന നിലവിൽ വരുന്നു 50 ജനുവരി 26. പിറ്റേത്തെ വർഷം തന്നെ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്യുകയാണ്. അവിടെ 8 പട്ടികയല്ലേ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്, അതിനകത്ത് ഒരു പട്ടിക ആഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഭൂപരിഷ്കരണം. 8 എന്ന് പറയുന്ന പട്ടിക വരെ ഉണ്ടായിരുന്നു 50-ല്. 51 ഭരണഘടന ഭേദഗതി വരുന്നു, മാറ്റം വരുത്തുന്നു. എന്താ ചെയ്തത്? 9ാമത്തെ പട്ടിക ഒന്ന് ആഡ് ചെയ്തു. അതാണ് ഇവിടെ കൊടുക്കുന്നത്. 1951 പട്ടികകളുടെ എണ്ണം 9 ആയിട്ട് ഉയർത്തി. ഭൂപരിഷ്കരണം എന്നൊരു ഭേദഗതി, ആ ഒരു പട്ടിക കൂടി ആഡ് ചെയ്തു എന്ന് പഠിക്കാം. പിന്നീട് ഒരുപാട് ഭേദഗതികളുണ്ട്. പക്ഷെ SCERTയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തത് 42ാമത്തെ ഭേദഗതിയാണ്. 42ാമത്തെ ഭേദഗതി വർഷം 1976. ഇതൊക്കെ ഭേദഗതി വരുന്ന വർഷമാണ് കേട്ടോ, നിലവിൽ വന്ന വർഷമല്ല. അപ്പൊ 76-ലാണ് അടിയന്തരാവസ്ഥ സമയമാണ്. ഏത് ഭേദഗതി വരുന്നു? 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് 42. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഭേദഗതികൾ, ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭേദഗതികൾ ഒന്നാണ് 42ാം ഭേദഗതി. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത, ഈ 3 വാക്കുകൾ ശ്രദ്ധിക്കണം. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത, ഈ 3 വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി ചെയ്ത് ആഡ് ചെയ്യുന്നത് ഈ ഒരു ഭേദഗതിയിലാണ്. അപ്പൊ ആമുഖത്തിനകത്ത് വരെ മാറ്റം വരുത്തുന്നു, ഭേദഗതി വരുത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ പദങ്ങൾ വരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് 5ഓളം വിഷയങ്ങൾ ഉൾപ്പെടുന്നു. ഒരുപാട് ഫാക്ട് അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവരെ അറിയപ്പെടുന്ന ബൃഹത്തായ ഒരു ഭേദഗതിയാണ് 1976 42ാം ഭേദഗതി. പഠിച്ചു വെക്കണേ. ഇനി PSC പരീക്ഷയിലെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് 44ാം ഭേദഗതി വർഷം
1978. 79 ഏപ്രിൽ 30 നിലവിൽ വരുന്നത്. അപ്പൊ തൽക്കാലം നിങ്ങൾ 78 വർഷം പഠിച്ചു വെച്ചാൽ മതി. 44ാം ഭേദഗതി. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കി, പഴയ PYQ ഒരുവിധം ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിനകത്ത് ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ഉണ്ടാവും. സ്വത്തവകാശം സ്വത്തവകാശം സ്വത്തവകാശം. അപ്പൊ 4 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ എന്ത് വേണം? സ്വത്തവകാശം വരണം. കാരണം സ്വത്തവകാശം ഇന്ത്യയിൽ മൗലികാവകാശമായിരുന്നു 1978 വരെ. 50 ജനുവരി 26 നിലവിൽ വന്നു. ഏകദേശം 28 വർഷം ഈ ഒരു നിയമം വരുന്നത് വരെ, അല്ലെങ്കിൽ ഭേദഗതി വരുന്നത് വരെ സ്വത്തവകാശം ഇന്ത്യയിൽ മൗലികാവകാശമായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ നിയമത്തോടുകൂടി, ഭേദഗതിയോടുകൂടി സ്വത്തവകാശത്തെ ഒരു നിയമാവകാശമാക്കി അവിടുന്ന് എടുത്തിട്ട് 300A കൊണ്ടുവച്ചു. എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾക്കുള്ളിൽ 31 എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു സ്വത്തവകാശം ഉണ്ടായിരുന്നത്. അത് അവിടുന്ന് ഒഴിവാക്കി. അപ്പൊ സ്വത്തവകാശം ഇന്ത്യയിൽ മൗലികാവകാശം അല്ല ഇപ്പോൾ. അത് ഏത് ഭേദഗതിയാണ്? 78 44ാം ഭേദഗതിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 ഭേദഗതികളാണ് 73ാം ഭേദഗതിയും 74ാം ഭേദഗതിയും. വർഷം ഇമ്പോർട്ടന്റ് ആണ്, ബൈഹാർട്ട് പഠിക്കുക. 1992. 2 ഭേദഗതികളാണ്. നമുക്കതിന് ചുരുക്കിയിട്ട് പഞ്ചായത്ത് രാജ് 73 കേട്ടാൽ പഞ്ചായത്ത് രാജ് ഭേദഗതി, 74 മുനിസിപ്പാലിറ്റി ഭേദഗതി. ഇത് രണ്ടും എപ്പോഴും ഈ സഹോദരങ്ങളെ പോലെയാണ്. നിങ്ങൾ നോക്കിയാൽ മതി. ഭരണഘടനയുടെ ഭാഗം എടുത്തു നോക്കുക, 9(9)A. പട്ടിക എടുത്തു നോക്കുക, 11(12). ഭേദഗതി എടുത്തു 73, 74 അടുത്തടുത്ത് വരും. അപ്പോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് രാജ് നിയമം, അതിന്റെ ഭേദഗതിയാണ് 73. വർഷം 92 നമുക്ക് ഡേറ്റ് ഒക്കെ പിന്നീട് പഠിക്കാം. ദെൻ 74 മുനിസിപ്പാലിറ്റി, നഗരപാലിക നിയമം. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ ബൈഹാർട്ട് ഇപ്പൊ പഠിച്ചു വെക്കുക. വിശദാംശം നമ്മൾ പിന്നീട് ക്ലാസ് എടുക്കും. പിന്നീട് 86ാം ഭേദഗതി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർഷം 2002. മക്കളെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഭേദഗതി. ഇവിടെ ആദ്യം നമ്മൾ 51 ഒന്നാമത്തെ ഭേദഗതി പറഞ്ഞു, ഭൂപരിഷ്കരണം. പിന്നീട് 42ാം ഭേദഗതി പറഞ്ഞു, മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത ആഡ് ചെയ്തു. പിന്നീട് സ്വത്തവകാശം റിമൂവ് ചെയ്ത 78 44ാം ഭേദഗതി പറഞ്ഞു. പിന്നീട് പഞ്ചായത്ത് രാജ് 73, നഗരപാലിക 74, വർഷം 92 പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വിദ്യാഭ്യാസം ഇന്ന് ഈ പറയുന്ന ആർട്ടിക്കിൾ 21A നിങ്ങൾക്ക് കാണാൻ പറ്റും, മൗലികാവകാശങ്ങൾക്കിടയിൽ. ഇത് ആദ്യം ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് ഇന്ത്യയിൽ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം സ്റ്റേറ്റിന്റെ കടമയാണെന്നുണ്ട്. വിദ്യാഭ്യാസം നൽകൽ നിർബന്ധമാണ്, മൗലികാവകാശമാണ് വിദ്യാഭ്യാസം. അത് എവിടെ വരുന്നു? 2002 86ാം ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. 2002 86ാം ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. പിന്നീട് 101ാം ഭേദഗതിയാണ്. 101ാം ഭേദഗതി. 101ാം ഭേദഗതി എന്ന് കേൾക്കുമ്പം GST. നല്ല രസമല്ലേ പഠിക്കാൻ? 1 കേന്ദ്രം, അല്ലെ? 0 നടുക്ക് നിൽക്കായിക്കോട്ടെ, 1 സ്റ്റേറ്റ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ബന്ധം കേന്ദ്രം സർക്കാരിന് കൊടുക്കണം. GST എന്ന് കേൾക്കാറില്ല നിങ്ങൾ? GST കിട്ടിയോ, GST കുടിശ്ശിക കിട്ടുന്നൊക്കെ. അപ്പൊ 101 പഠിക്കാൻ നല്ല സുഖല്ലേ? വെറ്റിലെ അടുക്കെ 101 റുപ്യ എന്നൊക്കെ പറയുന്നത് GST അല്ലെ? 100 റുപ്യ നമുക്ക് കൊടുക്കണം, 1 റുപ്യ GST. ചില സ്ഥലത്ത് പോയല്ലേ, ഞാനിപ്പോ ഒരു കോഴ്സ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ പറയാം, 990 കോഴ്സ് ഫീസ്, 1 രൂപ GST. അപ്പൊ ആലോചിക്കുക, 100 രൂപ ഫീസ്, 1 GST. അപ്പൊ 101 എന്താണ്? ചരക്ക് സേവന നികുതി, അല്ലെ? 2016 ഇത് നിലവിൽ വരുന്ന അല്ല കേട്ടോ, ഈ നിയമം വരുന്നതാണ് 2016. നിലവിൽ വരുന്ന GST എന്നാണ് എല്ലാവർക്കും അറിയാം. ഒന്ന് കമന്റ് ചെയ്തേ, നമുക്കതൊക്കെ ക്ലാസ് വിശദമായിട്ട് എടുക്കട്ടെ. അപ്പൊ 2016 101ാം ഭേദഗതി പാർലമെന്റിൽ വരുന്നത്. ഇനി അവസാനം ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. എന്താ ചോദ്യം അറിയോ? ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് ഇവിടെ എഴുതുക എന്ന് പറയുന്നത് 2023 നമ്മുടെ നിയമസഭകളിലും ലോകസഭകളിലും അല്ലെങ്കിൽ പാർലമെന്റിലൊക്കെ സ്ത്രീകൾക്ക് 33% സംവരണം, വനിതാ സംവരണ നിയമം, അല്ലെ? നാരി ശക്തിയാണ്. അപ്പം വനിതാ സംവരണ നിയമം ഏതാണ് ഭേദഗതി ചോദിച്ചാൽ 106. ഏതാണ് ഭേദഗതി? 106. അപ്പൊ നിലവിൽ 2023 അവസാനമായിട്ടും പ്രധാനപ്പെട്ട ഭേദഗതി വരുന്നത് 106ാം ഭേദഗതി. അത് ഏതാണ്? വനിതാ സംവരണ ഭേദഗതിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. 2023 ഇനിയും ഭേദഗതികൾ അപ്ഡേഷൻ ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്യണം. ക്ലാസ് കാണുമ്പോൾ കമന്റിൽ ഉണ്ടാവും. പുതിയ പുതിയ ഭേദഗതികൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യും? കമന്റ് ചെയ്ത് വെക്കട്ടോ. നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ 106ാം ഭേദഗതിയാണ് ഇവിടെ ഉദ്ദേശിച്ചത് 2023 കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. ഇനി 1973 നമ്മളിപ്പോ മൗലികാവകാശത്തെ കുറിച്ചൊക്കെ പറയുമ്പം ഒരു പ്രധാനപ്പെട്ട വർഷമാണിത്. ഈ വർഷമാണ് ഒരു കേസ് വരുന്നത്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതൊരു സുപ്രീം കോടതിയിലെ കേസാണ് മക്കളെ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു ബെഞ്ച്, 13 അംഗ ബെഞ്ച്, ഏറ്റവും കൂടുതൽ ജഡ്ജിമാര് ഒരു കേസിൽ അതിന് അപ്പിയർ ചെയ്യാണ്.
അപ്പൊ ആ ഒരു കേസ് ചരിത്ര പ്രധാനപ്പെട്ട കേസാണ്. ഈ ഒരു കേസിനകത്ത് വെച്ചിട്ട് പല വിധികളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ തൊട്ട് കളിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറയുന്ന ഈ കേസിലാണ്, കേശവാനന്ദ ഭാരതി കേസിലാണ്. കൂടാതെ നമ്മുടെ ആമുഖം, ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ബേരുബാരി കേസിൽ പറയുന്നുണ്ട് സുപ്രീം കോടതി ഒരിക്കല് പ്രിയാമ്പിൾ അഥവാ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലാന്ന്. പിന്നീട് ഈ കേസിലാണ് പറയുന്നത് ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറയുന്ന കേസ് കൂടിയാണ് 1973 കേശവാനന്ദ ഭാരതി കേസ്. ഒരുപാട് കേസുകൾ കൊടുത്ത സമയത്ത് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന കേസ് കേശവാനന്ദ ഭാരതിയുടെ. അപ്പൊ അത് ഒരുമിച്ച് എടുത്തു കേട്ടോ, ഒരുപാട് റിപ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കത് കഥകളൊക്കെ വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പൊ നോക്കൂ, 1973 കാസർഗോഡ് ഇടനീർ മഠത്തിന്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി, മകൾ ഈ കൊറോണ സമയത്താണ് ഇദ്ദേഹം മരണപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് ചോദിക്കും, കേശവാനന്ദ ഭാരതി ഈ അടുത്ത് മരണപ്പെട്ടുകൊണ്ട് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റിന്റെ കേസ്. ആ കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പൊ നിലവിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ലോ ഓഫ് ദ ലാൻഡ് ആണ് സുപ്രീം കോടതിയുടെ ഈ വിധി. ഇതിനെ മറികടക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് കളിയും കളിക്കാം, പാർലമെന്റിന് ഭരണഘടന മാറ്റമൊക്കെ വരുത്തുക, പക്ഷേ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അടിത്തറ വിട്ട് കളിക്കരുത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികൾ വരുത്താം നിങ്ങൾക്ക്, പക്ഷെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ അല്ലെങ്കിൽ അടിസ്ഥാന ബേസിക് ഫാക്ടേഴ്സ് അത് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് വിധി പറഞ്ഞത് 1973 കേശവാനന്ദ ഭാരതി കേസിലാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ? നോക്കൂ, വിദ്യാഭ്യാസ മൗലികാവകാശം നമ്മൾ ഓൾറെഡി പറഞ്ഞു. വിദ്യാഭ്യാസ മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും കൊടുക്കുകയാണ് 86 ഭേദഗതി. ഈ വ്യവസ്ഥ ഭരണഘടനയില് 21A ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് വർഷം ശ്രദ്ധിക്കണേ പിള്ളേരെ, 2009 SCERT വർഷമാണ് ഞാൻ അതുപോലെ മാറ്റിയത് കേട്ടോ. SCERT വർഷം ഞാൻ എടുത്തു പറയുന്നു, August 4. നിലവിൽ വരുന്ന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പോ ഇത് പാർലമെന്റ് പാസ്സാക്കി, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഡേറ്റ് പഠിക്കുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഫയൽ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു ഡേറ്റ്, മുമ്പത്തെ SCERT ഇതല്ല ഡേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് 2009 August 4 എന്നൊരു ഡേറ്റ് ഇവിടെ ഉണ്ട്. നോട്ട് ചെയ്ത് ഞാൻ മാറ്റി എഴുതിയാണ്, 2009 August 4. അപ്പോ ഈ നിയമം എന്ന് വെച്ചാൽ 86 ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസ മൗലികാവകാശമായല്ലോ. ഇതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ അത് 2010 നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എല്ലാവർക്കും അറിയുന്നതാണ്, അത്യാവശ്യം പഠിക്കുന്നവർക്ക്. അപ്പൊ അത് പിറ്റേത്തെ വർഷം 2010. അപ്പൊ അങ്ങനെ 6 മുതൽ 14 വയസ്സുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ നിയമം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ചെറു ഭരണഘടന പറഞ്ഞല്ലോ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് 42 ഭേദഗതി. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് ഈ ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയുടെ വരുത്തി. ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. സുപ്രധാന നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. അപ്പൊ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ഏതാണ്? 86. 42ന്റെ വർഷം ഏതായിരുന്നു? 1976. 86ന്റെ വർഷം ഏതായിരുന്നു? 2002. സെറ്റാണോ? ചില ചോദ്യങ്ങൾ നോക്കൂ. 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്തു? ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങൾക്കറിയാം. മതേതരത്വം അല്ലെ, സോഷ്യലിസം, അഖണ്ഡത കിട്ടുമല്ലോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എല്ലാവർക്കും കിട്ടുമല്ലോ, 1950. ഭരണഘടനയിൽ ആദ്യമായി മാറ്റം വരുത്തിയത് ഏത് വർഷമാണ്? ഒന്നാമത്തെ ഭേദഗതി 1951. രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നു? എന്ന് വെച്ചാൽ 50 ജനുവരി 26 മുതൽ സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. ഏതുവരെ? 44 വന്ന 78 വരെ. അപ്പൊ ഏകദേശം 28 കൊല്ലക്കാലം ഇങ്ങനെയായിരുന്നു. ഇന്ത്യയിൽ വിദ്യാഭ്യാസ മൗലികാവകാശമാണോ? ആണല്ലോ. എന്ന് മുതലാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്? 2002 മുതലല്ലേ. പക്ഷെ അവിടെ നിങ്ങൾ ഒരു പക്ഷേ മൗലികാവകാശം ഈ പറയുന്ന ഭരണഘടനയിൽ വരുത്തിയെന്നാട്ടോ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മൗലികാവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ 2010 ഓപ്ഷൻ നോക്കണം. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പട്ടിക പ്രകാരം 106 എന്നുള്ളത് എഴുതാം അല്ലെ. 106 തവണയാണ് ഭേദഗതി വന്നത് എന്നൊക്കെ എഴുതാം. അത് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം, നിങ്ങൾ കമന്റ് നോക്കിയാൽ മതി. ഇനി നമ്മളിപ്പം പറഞ്ഞ ഭേദഗതികളെ കുറിച്ചാണല്ലോ. ഇങ്ങനെ പലപ്പോഴായിട്ട് ഭരണഘടന ഇങ്ങനെ ഭേദഗതി മാറ്റങ്ങൾ വരുത്താമെന്നൊക്കെ 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന എഴുതിയപ്പോ അതിനകത്ത് തന്നെ ഭേദഗതികളെ കുറിച്ചും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വകുപ്പ് 368 പ്രകാരമാണ്
നമ്മൾ ഈ കാണുന്ന ഭേദഗതികളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ ഓൾറെഡി BR അംബേദ്കർ എഴുതി വെച്ച അവരുടെ ഭരണഘടനയിൽ അവർ എഴുതി വെച്ചിരുന്നു ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച്. ഓക്കെ, എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റാൻ പാടില്ല എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഭേദഗതി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചോദ്യമാണ്, ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ ഞാൻ ചോദിക്കാറുണ്ട്, പക്ഷെ വിശദമായിട്ട് പറയേണ്ടതുകൊണ്ട് ക്ലാസിന്റെ ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും എനിക്കറിയാം. ബോറടിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ സ്പീഡിൽ ഇട്ടിട്ടാണെങ്കിലും ക്ലാസ്സുകളൊക്കെ കാണുക. കൃത്യമായിട്ട് കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് മുഴുവൻ SCRTയും GKയും ക്ലാസ് നൽകണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ് കണ്ട് അഭിപ്രായം പറയണം. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു ഉത്തരം നമ്പർ വേണമെങ്കിൽ 1 ഇട്ടോളൂ. ഇതിന്റെ ഉത്തരം പ്രസ്താവന വായിച്ചു നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക, എന്നിട്ട് ആൻസർ കമന്റ് ചെയ്യുക. ഇല്ലാത്തവർ ഇത് പഠിക്കാൻ നന്നായിട്ട് PDF നോട്ട് ടെലഗ്രാം ചാനൽ ഉണ്ടാവും, അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ 25-26 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഓരോന്നിനും പ്രത്യേക പ്ലേലിസ്റ്റുകളുണ്ട്, അതൊക്കെ കണ്ട് പഠിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.